ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി മണ്ഡലം തല നവകേരള സദസ്സിലും ഓൺലൈൻ മുഖേനയും റേഷൻ കാർഡ് തരം മാറ്റുന്നതിനായി ലഭിച്ച അപേക്ഷകളിൽ നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഏറ്റവും അർഹമായ കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് വിതരണം ചെയ്തത്. 77ഓളം പേർക്കാണ് നിലവിൽ മുൻഗണനാ കാർഡ് അനുവദിച്ചിട്ടുള്ളത്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരായ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വളരെയധികം സാധാരണക്കാരായ ആളുകളാണ് ഈ കൂടുതൽ. അതുകൊണ്ട് തന്നെ BPL കാർഡ് നമുക്ക് ഒരു ചികിത്സയ്ക്ക് വേണമെങ്കിലായാലും മറ്റെന്തിനു വേണമെങ്കിലായാലും നമുക്കൊരു BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. പലരും എന്നെ സമീപിക്കുമ്പോൾ പറയുന്നത് എന്നെ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന്. കാരണം അവർക്ക് ഒരു ചികിത്സയ്ക്ക് പോകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് പലവിധ ആനുകൂല്യമാണ് BPL ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ എല്ലാ പരാതികളും സ്വീകരിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ BPL കാർഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ എല്ലാ നമുക്ക് ലഭിച്ച അപേക്ഷകളിലും നമുക്ക് ഒരു പരിധി വരെ അതിന്റെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചത്. ഇനിയും കൂടുതൽ പരിഹാരങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ അതിന്റെ എല്ലാ പരിഹാര മാർഗങ്ങളും അതിനെല്ലാവിധ രേഖകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് BPLS ഉൾപ്പെടുത്തിക്കൊണ്ട് 25ഓളം കാർഡുകളാണ് വിതരണം ചെയ്തത്. 25 കുടുംബങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് വെറും ഒരു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളതാണ് പ്രാധാന്യം. മുർദല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, T സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ, വീരാമണി, താലൂക്ക് സപ്ലൈ ഓഫീസർ T ഷീജ, റേഷനിംഗ് ഇൻസ്പെക്ടർ ഹസനുൽ ബന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.